ഇത് ഞരമ്പ് രോഗമൊന്നുമല്ല, ഇത് അവന്റെ കയ്യും കാലും തല്ലി ഒടിക്കാന്ന് വേണ്ടത്. ഇമാതിരി കളവന്മാരൊക്കെ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇവന്മാരെയൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആരും പിടിക്കപ്പെടത്തില്ല, ആരും അറിയില്ല എന്നൊക്കെയാണ് ഇവന്മാരുടെയൊക്കെ വിചാരം. ഇവന്മാർക്ക് നാണോ മാനോ ഒന്നുമില്ല. അതായത് കളവന്മാരാണെന്ന് വിചാരിച്ചിട്ട് ഇവന്മാരെ ആരും ഒന്നും പറയില്ല എന്നാണ് ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവനെയൊക്കെ എന്ന് പറഞ്ഞ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന അവർക്കൊക്കെ ബിഗ് സല്യൂട്ട് നൽകുകയാണ്. മാന്തുകയാണ് ഇവൻ, ബാക്കിലൂടെ കൈയിട്ടിട്ട് കൈ തപ്പുകയാണ് അവൻ. എന്തൊരു അവസ്ഥയാണോ ഇത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ഇയാളുടെയൊക്കെ വീട്ടിലുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണ്? അവിടെയൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇവനൊക്കെ ഇത്രയും കാമപ്രാന്ത ഈ 10-75 വയസ്സിലും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുവരെ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നല്ല ടിപ്പ് ടോപ്പ് ഇതൊക്കെ ധരിച്ചിട്ട് ഇവൻ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇയാൾ ഇങ്ങനെ വന്നിരുന്നിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോക്കാന്ന്, കൈ അങ്ങ് കൊണ്ടുപോക്കാം. അവസാനം ആ പെൺകുട്ടി ഒരു സെറ്റിപ്പിനടുത്ത് ഒരു കുത്തം കൊടുത്ത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലുള്ള ഒരാൾ കാണുന്നുണ്ട്. ആ ഒരു വിചാരം പോലും ഇല്ലാതെ എത്ര ധൈര്യത്തോടു കൂടിയിട്ടാണ് ഇയാൾ ഇമാതിരി പോക്കൃത്തരം ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ മാത്രമുള്ളൊരു സംഭവമാണ്. അതായത് ഈ ഉത്സവ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ തോണ്ടൽ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബസ് കയറുമ്പോൾ എല്ലാവരും കയറി മുന്നിൽ കയറൽ, ബാക്കിലൂടെ എത്ര ഇതുണ്ടെങ്കിലും മുന്നിലൂടെ കയറുള്ളൂ. നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. അതായത് നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ, ഉദാഹരണം നമുക്ക് കർണാടകം ബാംഗ്ലൂർ എടുക്കാം. ഈ ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർ നമ്മുടെ മുന്നിലൂടെ കയറാൻ വിടൂല. അതായത് ആണുങ്ങൾക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ ബാക്കിലൂടെയാണ്. ഈ മുന്നിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമുള്ളത്. അവരുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, അവിടെയുള്ള ഒരു ബസ്സുകാർ പോലും അങ്ങനെ ചെയ്യത്തില്ല. അതാണ് ആലോചിക്കേണ്ടത്. അതായത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തോണ്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ത്രീൻ്റെ അടുത്ത് പോയി ഇരിക്കാം. ഇവിടെ അടുത്ത് പോയി ഇരിക്കുന്നത് എന്തിനാണെന്നറിയാം? ഇങ്ങനെ തോണ്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ അടുത്ത് പോയിരുന്ന ആ നിമിഷം തുടങ്ങും. അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തിരക്കുള്ള ബസ് കയറി കഴിഞ്ഞാൽ, അതുപോലെ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ, പള്ളിപ്പെരുന്നാളിന് പോയി കഴിഞ്ഞാൽ, എവിടെ പോയി കഴിഞ്ഞാലും തോണ്ടുകാരുടെ ഒരു ബഹളം ഉണ്ടാകും. ഈ തോണ്ടലും ഈ സ്പർശന സുഖവുമാണ് ഇവന്മാർ അനുഭവിക്കുന്നത്. ഇതൊരു തരം മാനസിക രോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ വേറെയൊന്നുമല്ല. ഈ തോണ്ടുമ്പം കിട്ടുന്നൊരു സുഖം. ഇപ്പോഴും ഞാൻ ഒരു ചാനൽ കണ്ട്, ആ ചാനലിൽ ഈ തോണ്ടുകാരുടെ സംസ്ഥാന സമ്മേളനം എന്നാണ് പറയുന്നത്. അവർ പറയുകയാണ് പോലും, അതായത് നമ്മൾ ഈ കുറിയൊക്കെ തൊട്ട് കുലസ്ത്രീകളായി വരുന്നവരെ മാത്രമേ തോണ്ടാതൂ, അല്ലാതെ വലിയ ഈ ഭയങ്കരമായിട്ട് ഇതായിട്ട് വരുന്നില്ലേ, ഈ എന്താ പറയുക കുറച്ച് ലോക്കൽ സ്റ്റൈലൊക്കെ വരുന്നവരൊന്നും തോണ്ടരുത്. അവരൊക്കെ പെട്ടെന്ന് തന്നെ പ്രതികരിച്ച് ചിലപ്പോൾ മുഖത്തൊന്ന് തരുകയും ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ മനസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെയുണ്ട്. ഈ പാവപ്പെട്ട, അതായത് ഇങ്ങനെയുള്ള വരുന്നവരെ തോണ്ടിക്കഴിഞ്ഞാൽ അവരൊന്നും മിണ്ടൂല, അവരത് മൈൻഡ് ചെയ്യാണ്ട് പോയിക്കോളൂ. പക്ഷേ മറ്റവരാണെങ്കിൽ ഇത് ചോദ്യം ചെയ്യും, അടിയും കിട്ടും. അങ്ങനെ ഈ തോണ്ടുകാർ ഈ തോണ്ടാൻ വേണ്ടി മാത്രം രാവിലെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങുന്ന ഒരുപാട് റിട്ടയർഡ് ആയിട്ടുള്ള കുറേ ടീമുകളുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരക്കുള്ള ബസ്സാണ്. അത് KSRTC ആയാലും വേണ്ടിയില്ല, പ്രൈവറ്റ് ആയാലും വേണ്ടിയില്ല. അപ്പോൾ ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബസ് കയറി കഴിഞ്ഞാൽ ഈ മുന്നിലൂടെ കയറി കഴിഞ്ഞാൽ ആരും ഒന്നും പറയുകയും ചെയ്യില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചൻ്റെ പ്രായമുള്ള ആൾക്കാരല്ലേ, എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇവരവിടെ നിന്നിട്ട് ഇങ്ങനെ കൈകൊണ്ടും കാലുകൊണ്ടുള്ള വിക്രിയകളാണ്. ഇതിനൊരു വിദ്വാൻ്റെ കാര്യം ഇതാണ്. അതായത് ബസ് വരുമ്പോൾ ഇതാണ് സ്റ്റോപ്പെങ്കിൽ അയാൾ അവിടെയാണ് നിൽക്കുക. എന്നിട്ട് എന്താണ് ഓടി വന്നിട്ട് കയറുന്നത് മുന്നിലേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലീനർ പറയും ബേക്ക് കയറുവാനേ അവിടെ കയറാൻ പറ്റൂല. അപ്പോൾ ഓൻ വന്ന് കയറുന്നത് മുന്നിലാണ്. അങ്ങനെ ഇരിക്കുന്ന കുറേ തോണ്ടുകാരും അതുപോലെ തന്നെ ഞരമ്പ് രോഗികളെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാട്ടോ, ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ രക്ഷപ്പെട്ട് നടക്കുന്നത് ഇവിടെ ഈ പോക്സോ കേസും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിവേഗ കോടതി നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശിക്ഷകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കിളവന്മാർ കുറച്ചെങ്കിലും അടങ്ങി നിൽക്കുന്നത്. എത്ര സ്ഥലത്താണ് ഇതുപോലെയുള്ള കിളവന്മാരെ കൊണ്ട് ഈ മക്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കുന്നതെന്നറിയോ? അതായത് ഒരുപാട് പേരുടെ നാണക്കേട് കൊണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പോക്സോ കേസിൽ 2 വയസ്സുകാരിയെ തോണ്ടി, ഇല്ല 6 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ 62ഉം 68ഉം വയസ്സുള്ള ആൾക്കാർ, അവരുടെ മക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഈ കിളവൻ്റെ ആ ഒരു ഭാവവും മറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇയാളുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഉദ്യോഗസ്ഥരായിരിക്കാം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ വലിയ നിലയിൽ ജീവിക്കുന്നതായിരിക്കാം. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നാണക്കേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അവർക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റുമോ? ഇനി ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തന്തമാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ഇവിടെയുള്ള യുവതലമുറ എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി തോണ്ടയല്ലേ തോണ്ടുന്നത്. എന്തൊരാവേശമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക, ഈ പ്രായത്തിൽ കയ്യൊക്കെ ഇങ്ങനെ പോവോടെ, അതാണ് ഞാൻ നോക്കുന്നത്. അതായത് എത്ര ദൂരത്തിലാണ് കൈ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ മുഖത്ത് യാതൊരു ഇതുമില്ലാതെ ഈ ജഗതിയെല്ലാം പണ്ട് കളിക്കുന്നില്ല, അതേപോലെയായിരുന്നു.
ഇത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്ക് അതിശയപ്പെട്ടു പോയി. കാരണം എത്ര ധൈര്യമാണ് ഇയാൾക്ക്. അതായത് എന്നെ തല്ലില്ല, എന്നെ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന പെൺകുട്ടിയാണ്, അവൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഉള്ളത് കൊണ്ട് മാത്രമാണ് വിശ്വസിച്ചത്. അല്ലാതെ വീഡിയോ ഇല്ലെങ്കിൽ ആ പെൺകുട്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും, നാണമുണ്ടോടി, നിൻ്റെ അച്ചാച്ചൻ്റെ പ്രായമില്ലേ നിനക്ക് എന്നാണ് ചോദിക്കുക. അതായത് അമ്മാതിരി തോന്നിയവാസമാണ് ഇവരൊക്കെ കളിക്കുന്നത്. ഇവരൊക്കെ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യില്ല, ഇവർക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള ഞരമ്പന്മാരെ കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം പ്രതികരിക്കണം. അതായത് ഇവൻ്റെ ഒന്നും സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിലല്ല, അവനൊക്കെ ജയിലിൽ കിടക്കേണ്ടവനാണ്. അവനൊക്കെ ചിലപ്പോൾ വലിയ ഉദ്യോഗസ്ഥനായിരിക്കും. അതായത് ഞരമ്പന്മാരെ കൊണ്ട് ഈ നടക്കാൻ കഴിയാതായിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഞരമ്പന്മാർ നമ്മുടെ നാട്ടിൽ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ അവനവൻ്റെ മക്കളെയും എല്ലാവരും സൂക്ഷിക്കുക. ഇവറ്റകളൊന്നും വലിയ വലിയ ആൾക്കാരുടെ അടുക്കൊന്നും ചെയ്യില്ല. അതായത് ഇവർക്കൊക്കെ പ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് മാത്രമാണ്. അപ്പോൾ അവരെ വളരെയധികം സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ അതിന് ഞരമ്പുകളാണ്. അതായത് അവർക്ക് ഒരു നോട്ടവും ഇല്ല. ഇത് നാണക്കേടാവുമോ, അല്ലെങ്കിൽ പോലീസ് കേസാകുമോ, ഇല്ലെങ്കിൽ നാളെ എന്താവും, ഇങ്ങനെയുള്ള ഒരു നോട്ടവും ഇല്ല. ഇവന്മാർ ശരിക്കും പറഞ്ഞാൽ കാമഭ്രാന്തന്മാരാണ്. പിന്നെ ഇത്രയും നാൾ വലിയ വലിയ സർവീസിൽ വലിയ വലിയ നിലയിൽ ഇരുന്നതായിരിക്കും. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഇതുപോലുള്ള സ്ത്രീകളെയൊക്കെ ഇതുപോലെ ശല്യം ചെയ്തായിരിക്കും. പിന്നെ അവരൊക്കെ സഹി കെട്ടി നിൽക്കുന്നതായിരിക്കും. നമുക്കറിയാലോ, ഈ ചില ഉദ്യോഗസ്ഥന്മാരെല്ലാം എന്താ കോഴി എന്നിട്ടാ സൂക്ഷിച്ചു പോണേ ഇങ്ങനെ പറയുന്ന എത്ര ഓഫീസറുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അവൻ്റെ കോഴിത്തരം മാറാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയേ ഉള്ളൂ. എന്നാ അറിയാം, കുറച്ച് കുരുമുളകും അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞ് കുറച്ച് മുളക് പൊടി, ഇത് രണ്ടും കൂടി കലക്കിയിട്ട് അവിടെ ഒഴിക്കുക, അതേ രക്ഷയുള്ളൂ പറഞ്ഞ്. അവനൊക്കെയുള്ള ശിക്ഷ അതാണ്. അല്ലാതെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വൃത്തികെട്ട ടീമുകളാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. എനിക്ക് കണ്ടിട്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു 75 വയസ്സുകാരൻ്റെ ചെപ്പക്കുറ്റിക്കൊന്ന് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. എങ്ങനെ സഹിക്കും? അതായത് അത്രത്തോളം വൃത്തികേടല്ലേ കാണിക്കുന്നത്. ഒരു ബസ്സിൽ കയറിയിട്ട് ഞാൻ അതാണ് പറയുന്നത്, ഇവരുടെയൊക്കെ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും കാണുന്നില്ല, ഇതാരും കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കില്ല. ഇനി ആ കുട്ടി എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ലോണം കിട്ടുന്നല്ലാതെ ഇയാൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരേ ഒരു അഹങ്കാരവും ധൈര്യവുമാണ് ഇയാളെ പോലെയുള്ള ചെറ്റകൾക്ക് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ? സീനിയർ സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ വയസ്സിന് മൂത്തതാണ്, അല്ലെങ്കിൽ ഈ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നതാണ് എന്നൊന്നും വിചാരിക്കാൻ കഴിയില്ല. ഇമാതിരി ചെറ്റകളെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇന്നു മുതലേ നിങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പോഴായാലും തിരക്കുള്ള എവിടെ പോകുമ്പോഴായാലും നിങ്ങളുടെ എവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങൾ ഞോണ്ടുകയോ ഇല്ലെങ്കിൽ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിമിഷം നിങ്ങളുടെ കൈ പ്രവർത്തിക്കണം. അല്ലാതെ നിങ്ങളിങ്ങനെ വെറുതെ ഭീരുവായിട്ട് നിൽക്കരുത്. കൃത്യമായിട്ട് പ്രവർത്തിക്കണം. ആരെ തൊട്ടോനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇവൻ്റെ പോലെയുള്ള ഞരമ്പന്മാർക്ക് വേണ്ടിയിട്ട് അല്ല, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറീൻ്റെ മുതലാളിൻ്റെനും ആരാണെന്ന് ഞാൻ പറയില്ല, പേരൊന്നും പറയുന്നില്ല, എന്നാലും പൂച്ചാന്നങ്ങനെ പറയുക. അയാൾ ഇന്നാളൊരിക്കൽ പറഞ്ഞാണ്, ഞാൻ തൃശ്ശൂർ പോകുന്നത്, ഈ തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോയിട്ട് ജാക്കി വെക്കാൻ പോകാറുണ്ട്. അത്ര അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീ സംഘടനകൾ അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടോ? അതായത് ഒരു വലിയ ജ്വല്ലറി ഉടമ കോടീശ്വരൻ, അയാൾക്ക് എന്തും പറയാം. അയാൾ പറയുകയാണ് ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോകുന്നത് ജാക്കി വെക്കാനാണെന്ന്. ആ മനുഷ്യനെ ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കേരളം. അതായത് പണമുള്ളവൻ എന്തു പറഞ്ഞു കഴിഞ്ഞാലും, അതുപോലെ ഇതുപോലെ വയസ്സായ ആൾക്കാർ എന്തു പറഞ്ഞു കഴിഞ്ഞാലും നീ ചിരിക്കും. മറ്റുള്ളവൻ എന്തു പറഞ്ഞു കഴിഞ്ഞാലും അവിടെ പ്രശ്നമാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കമൻറ്റും വേണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.